ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യം മുതൽ അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. പെരുമ്പാവൂർ പട്ടണത്തിനും പരിസരത്തും ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വലതുവശത്ത് കാണുന്ന ചെങ്കല്ലിൻ്റെ നിറമുള്ള കെട്ടിടമാണ് പെരുമ്പാവൂർ നഗരസഭാ കാര്യാലയം. ഇതിന് നേരെ എതിർവശത്ത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഓർമ്മയ്ക്കായുള്ള ഓപ്പൺ എയർ സ്റ്റേഡിയം കാണാം. വശങ്ങളിലെല്ലാം മരങ്ങൾ വെച്ചുപിടിപ്പിച്ച് നല്ല പച്ച നിറത്തിലുള്ള സുന്ദരമായ സ്റ്റേഡിയം. റോഡിന് എതിർവശത്തായുള്ള ഭാഗത്ത് ഒരു സ്റ്റേജ് ഉണ്ട്. സ്റ്റേഡിയത്തിന്റെ ഒരു വശത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. നല്ല ഉയരമുള്ള ഒരു പീഠത്തിൽ ആളുകളെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതിച്ചേർത്ത ഒരു അധ്യായമാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ സംഭാവനകൾ. പെരുമ്പാവൂർ ടൗണിലൂടെ എങ്ങോട്ട് നടന്നാലും ബംഗാളികൾ എന്ന് നാം വിളിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ ധാരാളമായി കാണാം. സ്റ്റേഡിയത്തിന് നേരെ എതിർവശത്താണ് PWDയുടെ റെസ്റ്റ് ഹൗസ്. എനിക്ക് പുറകെ കാണുന്നത് അങ്കമാലി റോഡാണ്. ഈ റോഡിലൂടെ കുറച്ച് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു അയ്യപ്പ ടെമ്പിള് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്ഷേത്രത്തിലേക്കാണ്, അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് രാവിലെ തന്നെ നടത്തം. ഇത് കഴിഞ്ഞ് ഒന്ന് രണ്ട് സ്ഥലങ്ങളും കൂടി ഇന്ന് കാണണമെന്നുണ്ട്. ഒന്ന് നമ്മൾ ഇരിങ്ങോള് ഭഗവതി ക്ഷേത്രം ഒന്നുകൂടി കാണുന്നുണ്ട് ഇന്ന്. അപ്പോൾ ഇന്നലെ രാത്രി ആയതുകൊണ്ട് ഒന്നും ശരിക്കും കാണാൻ പറ്റിയില്ല. പിന്നെ പെരുമ്പാവൂരിലുള്ള മറ്റു ചില കാഴ്ചകളിലേക്ക് കൂടി പോകണമെന്നുണ്ട് ഇന്ന്. അപ്പം നേരെ ഇപ്പം ഞാനീ പോകുന്നത് അങ്കമാലി റോഡാണ്. അങ്കമാലി റോഡിലൂടെ പോയാൽ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞത്. ഈ വളവെന്ന് താഴോട്ടിറങ്ങണം എന്നാണ് പറഞ്ഞത്. നോക്കാം, ചോദിച്ചു പോവാം. ഇപ്പോൾ കാണുന്നതാണ് പെരുമ്പാവൂർ കോടതി സമുച്ചയം, കോർട്ട് കോംപ്ലക്സ്. അപ്പോൾ ഈ ഇറക്കത്തിലാണ് അയ്യപ്പ ടെമ്പിള്. ദൂരെ കാണാം ക്ഷേത്രത്തിൻ്റെ മകുടങ്ങൾ നമുക്ക് നേരെ കാണാം. ഈ ഇറങ്ങി തിരിയുന്ന അവിടെ തന്നെയാണ് ക്ഷേത്രം. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം പെരുമ്പാവൂര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണിത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പോയത് അയ്യപ്പ ക്ഷേത്രം എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും പേര് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം എന്നാണ്. ഇതിലേക്ക് പോയി നോക്കാം. ശബരിമല സീസണിൽ ധാരാളം അയ്യപ്പന്മാർ വരുന്ന ഒരു ക്ഷേത്രമാണിത്. ഇതിന് മുൻവശത്തുള്ള നടപ്പന്തലിൽ നൂറുകണക്കിന് അയ്യപ്പന്മാർക്ക് വിശ്രമിക്കാൻ കഴിയും. ഈ ക്ഷേത്രത്തിന്റെ ഒരു വശത്തായി അയ്യപ്പ സേവാ സംഘത്തിന്റെ ഒരു കൗണ്ടർ പ്രവർത്തിക്കുന്നതായി കണ്ടു. ഈ കാണുന്നതാണ് NSS കരയോഗ മന്ദിരം. നല്ല പ്രൗഢിയുള്ള ഒരു കെട്ടിടമാണ്. അപ്പോൾ ഇതിൻ്റെ വശത്തൂടെ പോയാൽ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ കുളമുണ്ട്. അത് നമുക്കൊന്ന് ഇങ്ങോട്ട് നടന്നു നോക്കാം. ധർമ്മശാസ്താവ് ക്ഷേത്രമാണ് ഇപ്പോൾ അതിൻ്റെ പുറകിൽ ഞാൻ ഇപ്പോൾ പോയത്. അപ്പോൾ അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രമാണ്. അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഉള്ളിലൊന്നും കയറി എടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുറമേ നിന്ന് ചില ദൃശ്യങ്ങൾ കാണിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ കുളം ഒന്ന് കണ്ടു നോക്കാം. സമയം ഏതാണ്ട് 9 മണിയായി. പക്ഷെ എന്നാലും നല്ല തണുത്ത കാറ്റുണ്ട്. ഇന്നലെ ഇവിടെ നല്ല മഴക്കോളുണ്ടായിരുന്നു വൈകുന്നേരം. പക്ഷെ വലിയ കാര്യമായിട്ടൊന്നും മഴ പെയ്തില്ല. ചെറുതായിട്ട് ഒന്ന് ചാറി പോയി, അത്രയേ ഉള്ളൂ. ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ചിറയാണിത്. വെള്ളത്തിൻ്റെ നിറം കാണുമ്പോൾ നല്ല ആഴമുള്ളതായി തോന്നുന്നുണ്ട്. ഈ പരിസരത്ത് വിശ്രമിക്കുന്ന അയ്യപ്പന്മാർക്ക് ഈ കുളത്തിൽ വിശാലമായി കുളിക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിന്റെ ഉടമസ്ഥർ. ഈ കുളത്തിന് പറയുന്നത് ആറാട്ടുകടവ് എന്നാണ്. പെരുമ്പാവൂർ പട്ടണത്തിന് തൊട്ടടുത്തുള്ള രണ്ടാമത്തെ സ്ഥലമാണ് ഇരിങ്ങോൾ ശ്രീ ഭഗവതി ക്ഷേത്രം. 55 ഏക്കർ നിബിഡ വനത്തിനുള്ളിലുള്ള ഒരു ക്ഷേത്രം. നാഗഞ്ചേരി മനക്കാരുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു ഈ ക്ഷേത്രം. അവർ ഈ ക്ഷേത്രവും ഇതിനോടനുബന്ധിച്ച ഭൂമിയും പൂർണ്ണമായും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറുകയാണ് ചെയ്തത്. സ്വാർത്ഥത കൊടികുത്തി വാഴുന്ന ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ദേവതുല്യരായ മനുഷ്യർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഉപദൈവങ്ങളുടെ പ്രതിഷ്ഠയൊന്നും ഈ ക്ഷേത്രത്തിൽ കാണാൻ കഴിയുകയില്ല. വൃക്ഷലതാദികളെയാണ് ഈ ക്ഷേത്രത്തിൽ ഉപദൈവങ്ങളായി കണക്കാക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തിലാണ് കാലടി എന്ന പൈതൃക ഗ്രാമം. ആധ്യാത്മിക നഭസിൽ ഒരു പൊൻതാരകമായി ഉദിച്ചുയർന്ന ശ്രീ ശങ്കരാചാര്യർ ജനിച്ച മണ്ണ്. അദ്വൈത സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം.
കാലടി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശത്താണ് ഇദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപം. 8 നിലയുള്ള ഈ മണ്ഡപം നിർമ്മിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലുള്ള കാഞ്ചി കാമകോടി മഠമാണ്. ആചാര്യരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള ഒട്ടേറെ ചിത്രങ്ങളും ശില്പങ്ങളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചെങ്കോട്ടയുടെയും കുത്തബ് മീനാറിന്റെയും ഒക്കെ നിറമാണ് ഇതിനും. ശ്രീശങ്കരന്റെ ജീവിതത്തെക്കുറിച്ച് അറിവ് നൽകുന്ന ഒരു പ്രദർശനമാണ് ഇവിടെയുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഒരു ദിവസം കൊണ്ട് ഞാൻ പോയ സ്ഥലങ്ങളാണ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. കാണാൻ ഇനിയും സ്ഥലങ്ങൾ ബാക്കിയുണ്ട് എന്നറിയാം. അത് പിന്നീടൊരിക്കലാവട്ടെ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ഗുഡ് ബൈ.